എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1625 ദിവസം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠ് സാറാണ്. ഇന്ന് സാറ് ഒരു നമുക്ക് ഏവർക്കും അത്യാവശ്യമായ ഒരു വിഷയവുമായാണ് ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. കുട്ടികളിലെ പഠന വൈകല്യങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഈ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. സാദത്ത് സേഠ് സാറ് നമുക്ക് ഇതിനകം വളരെ വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ചാണ് സാറ് ക്ലാസ്സുമായി എത്തുന്നത്. ഇന്നും നല്ലൊരു സെഷനാണ് സാറ് വിഷയമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഡോക്ടർ സാദത്ത് സേഠ് സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാം. സാറേ, ക്ലാസ്സോട്. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല അല്ലേ? സാറേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്തേ സാറേ, അൺമ്യൂട്ട് ചെയ്തേ സാറേ. കോഹോസ്റ്റ് ആണ് സാറ്. കേൾക്കാമോ എന്നെ? കേൾക്കാം, കാണാം. ഓക്കെ. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പറയുമ്പോൾ പഠന വൈകല്യം, പക്ഷെ അതൊന്ന് മാനേജ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഭവമല്ല. പക്ഷെ എന്നാ ഏറ്റവും ഹോമിയോപ്പതിക്കാർക്ക് മാത്രമേ അത് പെട്ടെന്ന് എളുപ്പമാക്കി കിട്ടുകയുള്ളൂ. വേറെ നമ്മൾ എന്തോരം തലകുത്തി പറഞ്ഞാലും ആകെയുള്ളത് കുറച്ച് മെഡിസിൻസ് മാത്രമേ ബാക്കിയുള്ള സിസ്റ്റത്തിലുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളുടെ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വൈഡ് റേഞ്ചാണ്. എല്ലാ സാധനത്തിനും നമുക്ക് മരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇന്ന് ഷെയറിങ് ഉണ്ടെങ്കിലും, പക്ഷെ ഷെയറിങ് അല്ല നമ്മളുടെ മെയിൻ ഇത്. ഓക്കെ. സ്ക്രീൻ ഷെയറിങ് ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് നമുക്ക് കണ്ടമാനം ഒരുവിധം എല്ലാ ഹോമിയോപ്പതിക് ഡോക്ടർമാർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. പലപ്പോഴും നമ്മളുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് വിട്ടതായിരിക്കും, പാരന്റ്സ് പറഞ്ഞിട്ട് വിട്ടതായിരിക്കും. ആദ്യം പാരന്റ്സിനെ ടീച്ചേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി അവര് രണ്ടുപേരും കൺവിൻസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ നമുക്കത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ ഈ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം, പലതരത്തിലുള്ള പഠനങ്ങൾ. അപ്പൊ നമുക്ക് മിക്കവാറും ഇത് കണ്ടുപിടിക്കുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി ക്ലാസ്സിൽ മാർക്ക് കുറവ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ മിക്കവാറും അത് ഇഗ്നോർ ചെയ്ത് പോകും. അപ്പൊ കുട്ടികൾ പഠിക്കണില്ല, കുട്ടികൾക്ക് മാർക്കില്ല, അവൻ കുട്ടികളായിട്ട് സംസാരിക്കണില്ല എന്നൊക്കെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യണില്ല, ഭയങ്കര വാശി കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഇവര് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ക്ലാസ്സിൽ മാർക്കും കിട്ടണില്ല എന്ന് പറയുമ്പോൾ അത് അതിലും വലിയൊരു പ്രശ്നങ്ങളായിട്ട് വരിക. അപ്പൊ ഞാൻ കുറെ തിയറികളൊക്കെ ഞാൻ ഒന്ന് ഓടിച്ചു വിടുക. ഓക്കെ, ചിലത് മാത്രം ഞാനൊന്ന് ഇത് പറയാം. കാരണം പലപ്പോഴും പല ക്ലാസ്സുകൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ കുറെ തിയറിയും കുറെ വേണം. പക്ഷെ നമ്മളുടെ അടുത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ തിയറി കുറച്ച് പ്രാക്ടിക്കൽ കൂട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ആവശ്യം.
അപ്പൊ ഞാൻ എന്റെ ക്ലിനിക്കിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടിയുടെ ഡീറ്റെയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്ന് മുതൽ തുടങ്ങി, എപ്പോ മുതൽ തുടങ്ങി, അതങ്ങനെ കുട്ടിയുടെ പ്രത്യേകത എന്താണ്, കുട്ടി എന്തിലാണ് പഠനത്തിൽ. ചില കുട്ടികൾ ലാംഗ്വേജ് ഒക്കെ നന്നായിരിക്കും, ചില കുട്ടികൾ നമ്മൾ പറയണത് റിപ്പീറ്റ് ചെയ്യും, ചില കുട്ടികൾ മാത്സിലായിരിക്കും വീക്ക്, ചില കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ചില കുട്ടികൾ എഴുതുമ്പോൾ എന്തെന്നാ പറയുക, മിറർ ഇമേജ് ആയിട്ട് എ എന്നുള്ളത് ബി എന്നുള്ളത് ഡി ആവും, സി എന്നുള്ളത് വേറെ എന്തെങ്കിലും ആവും. അങ്ങനെ മിറർ ഇമേജ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് മുഴുവൻ എഴുതാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കുട്ടിയുടെ ലേസിനെസ് ആവും, ചിലപ്പോൾ കുട്ടിയുടെ അപ്പൊ കുട്ടികളുടെ നമ്മുടെ പല കാര്യം കൊണ്ടായിരിക്കും നമ്മൾ പാരന്റ്സിന്റെ ഇഷ്യൂസ് നോക്കുക. അപ്പൊ പാരന്റ്സിനെയും കൂടി നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് വേണം നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ. ചിലപ്പോൾ പാരന്റ്സിൽ അച്ഛൻ മാത്രം വരും, ചിലപ്പോൾ അമ്മ വരില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളെ എഫക്ട് ചെയ്യും. ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യണം. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് മുതൽ, കുട്ടി ചിലപ്പോൾ പ്രീ ടേം ആയിരിക്കാം, അതൊരു കാരണമാണ് മെയിൻ ആയിട്ടുള്ള ഈ ലേണിംഗ് ഡിസബിലിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ വരാൻ കാരണം. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം, അതൊക്കെ വേറെ സബ്ജക്ട്സിൽ വരുന്നതാണ്. അപ്പൊ കുട്ടി വരുന്നു, നമ്മൾ ആ കുട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എടുക്കുക. നമ്മളുടെ ഈ ഹോമിയോപ്പതിയുടെ പ്രത്യേകതകൾ വരുന്ന, ബാക്കിയുള്ള പോലെ പനി വരുമ്പോൾ നമ്മൾ പനിയുടെ ചെറിയ ഡീറ്റെയിൽ എടുത്ത് എന്തെങ്കിലും മരുന്ന് കൊടുത്തു, മിക്കവാറും നമ്മൾ ഏതെങ്കിലും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാതെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പോയിട്ട് ഒരു മരുന്ന് പോലും നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ കുട്ടി മാത്സിൽ മാത്രമാണ് വീക്കെങ്കിൽ ആ മാത്സിൽ പ്രോബ്ലം സോൾവിങ് ആണോ അതോ കുട്ടി മാത്സ് മനസ്സിലാക്കാത്തതാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. രണ്ട് തരത്തില് കുട്ടി നമ്മൾ മാത്സിനെ കുറിച്ച് പറയണതും ബോർഡിൽ എഴുതുന്നത് അല്ലെങ്കിൽ നോട്ടിൽ എഴുതുന്നത്, അത് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് മാച്ച് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് ബുക്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട്. ചിലപ്പോൾ ആ കുട്ടിക്ക് മാത്സിനോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാത്തൊരു പ്രശ്നം. പക്ഷെ എന്ത് വന്നാലും മാത്സിൽ ജയിച്ചല്ലേ പറ്റൂ. ഓരോ ക്ലാസ്സുകളിൽ പോകുന്നതിനനുസരിച്ച് കുട്ടിക്ക് ജയിച്ചേ പറ്റൂ. അപ്പോ ആ പെർട്ടിക്കുലർ ഇഷ്യൂസ് എന്താണ്, അവൻ എഴുതുന്നുണ്ടോ, അവൻ ഇരുന്നിട്ട് ലേസി ആണെങ്കിൽ ആ ലേസിനെസ്സിനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പൊ ആ കുട്ടി ഇരുന്ന് എഴുതുന്നുണ്ട്. ഇപ്പൊ മാത്സ് അവൻ ഇരുന്ന് എഴുതുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ പഠിക്കാൻ. ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയേ ഉണ്ടാവില്ല. നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ടീച്ചേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും അവന്റെ ചെറുപ്പകാലത്ത് മാത്സിലെ ടീച്ചറോ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ പ്രശ്നമായിരിക്കും. ഇത് പലപ്പോഴും ലേണിംഗ് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളോട് ഇഷ്ടമുള്ള ഒരു ടീച്ചർ, നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആ ക്ലാസ്സിലോട്ട് ശ്രദ്ധിക്കും. അപ്പൊ കൂടുതൽ പഠിക്കും, കൂടുതൽ എഴുതും. മിക്കവാറും നമ്മൾ പറയാറുള്ള മാത്സ് ടീച്ചർമാരൊക്കെ കണക്ക് തന്നെ എന്ന് പറയും. കാരണം ആ സബ്ജക്ട് ഒന്നാമത് ഡ്രൈ ആണ്. പക്ഷെ ചില കുട്ടികൾ ലേണിംഗ് മാത്സിലാണ് ഭയങ്കരം. അപ്പൊ ഡിസ്കാൽക്കുലേറ്റ് നമുക്ക് നടക്കും. പിന്നെ വിഷ്വൽ ചിലപ്പോ അങ്ങനെ നമ്മൾ ടേംസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ടേംസ് ആയിരുന്നു. ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞില്ല. ക്ലിനിക്കിൽ ഇത് എങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം, സിമ്പിൾ. ബാക്കിയൊക്കെ നമുക്ക് വായിച്ചാൽ കിട്ടും. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. 90% കിട്ടും. ഇത് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്, പുതിയതൊന്നുമില്ല. അപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മളെ കുട്ടീനെ മാനേജ് ചെയ്യാം? കുട്ടി ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഇരുന്ന് വരില്ല. കാരണം ചില കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയണത് കേൾക്കുന്നത് തന്നെ ഒന്ന് പ്രശ്നം. അപ്പൊ നമ്മൾ ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ ബ്രോക്കൺ ഫാമിലീസ് ഉണ്ടാവും, ഫാമിലിയിൽ വീട്ടിൽ പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഉണ്ടാവും. അവന്റെ പ്രശ്നങ്ങൾ, അവന്റെ വാശിയും കാണിക്കുന്നത് അവൻ പഠിക്കാതിരിക്കും. ചിലപ്പോൾ അമ്മമാരെയും അച്ഛന്മാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ പഠിക്കാതിരിക്കും. അപ്പൊ പല 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 ഫാക്ടേഴ്സാണ്. നമ്മള് ഒരു പനിക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മളുടെ മെഡിസിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പക്ഷെ ഇവിടെ റീസൺസ് പലതുമായിരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ
നമുക്ക് തന്നെ മനസ്സിലാവില്ല ഓരോരുത്തരുടെ ഇതെന്താ, മോട്ടീവ് എന്താണെന്നും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. അതാണ് ഏറ്റവും ഇങ്ങനത്തെ കേസിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക. ഇവിടെ ആണ് മയാസത്തിന്റെ ഒരു വലിയൊരു ഫാക്ടർ. ഫാമിലി ഹിസ്റ്ററി എടുക്കുക. ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി ഫാമിലിയിലുണ്ടോ, ക്യാൻസർ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഹിസ്റ്ററിയും കൂടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫാമിലി ഹിസ്റ്ററി അതുണ്ടെങ്കിൽ തന്നെ പാരൻസിന് എന്തെങ്കിലും, പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ടു മച്ച്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മിക്കവാറും നോക്കുന്നത് അങ്ങനെയുള്ള കേസുകളിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഒന്നില്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ സിഫിലിറ്റിക് ടെൻഡൻസി കൂടുതൽ കാണിക്കും. സോറ ഫങ്ഷണൽ ലെവലിലായിരിക്കും കാണിക്കുക. പക്ഷെ സോറ ഒക്കെ ആണെങ്കിൽ അങ്ങനെ സൂപ്പർവിഷൻ ലെവലിൽ അത് അവിടെ തീരും, നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ട്യൂബർക്കുലർ ആൻഡ് സിഫിലിറ്റിക് ടെൻഡൻസി വരും. കാരണം കുട്ടി ചിലപ്പോൾ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയലന്റ് ആവും. കുട്ടി നമ്മൾ ഒരു 2 പ്രാവശ്യം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിച്ചെറിഞ്ഞിട്ട് പോകും. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവനെ പഠിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവും. അവനൊരു ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കും, അവൻ അങ്ങനെ കുറച്ച് ചെറിയ ടാൻഡംസ് കാണിക്കും, അവൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ അവൻ എസ്കേപ്പ് ആവും. പഠിക്കാൻ സമ്മതിക്കില്ല, ഇരിക്കില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് അവൻ പഠിക്കാത്തതിനൊരു കാര്യം അവന് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അവന് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും. അതേസമയം മലയാളമോ മാത്സോ ഇംഗ്ലീഷോ അവന് ഇഷ്ടമുള്ളത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് മാത്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ലാംഗ്വേജ് ആയിരിക്കും ഇഷ്ടമില്ലാത്തത്. അപ്പൊ ആ ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്ട് വരുമ്പോൾ അവൻ മുങ്ങും. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബേസിക് കോർ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ഈസി ആയിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലോറൽസ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി. ഏറ്റവും സിമ്പിൾ. നമ്മൾ കേസ് കുട്ടീനെ കുറിച്ചുള്ളത് ആദ്യം പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ചോദിക്കുക, അവരുടെ അടുത്ത് ഡീറ്റെയിൽ എന്താണെന്ന് കംപ്ലീറ്റ് A to Z ഒരു വരിയും നമുക്ക് വിടാനില്ല. അതായത് ഫാമിലി ഹിസ്റ്ററി, പാരന്റ്സും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അത് ലേണിംഗിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അവന്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് എന്താണ്, അവൻ എങ്ങനെയാണ് ഇത് പഠിക്കാതിരിക്കുന്നത്, ടാൻട്രംസ് ആണോ, സ്കൂളിൽ അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ടീച്ചേഴ്സ് എങ്ങനെ ഈ കേസുകൾ ഹാൻഡിൽ ചെയ്യണത്. മിക്കവാറും ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ പ്രശ്നം കൂടി ഉണ്ടായിരിക്കും. കാരണം ടീച്ചേഴ്സ് 99% ഇപ്പോൾ ഒരു 10-20% ടീച്ചേഴ്സിന് മാത്രമേ ഇത് എന്താണെന്ന് പോലും ഇപ്പോഴും അറിയൂ. ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം ഇവൻ. അപ്പൊ എല്ലാവരും പറയണ അവൻ മനഃപൂർവ്വം ചെയ്യണതാണ്, അവൻ അത് ചെയ്യണതാണ്, ഇത് ചെയ്യണതാണ് എന്നല്ലാതെ നമ്മൾ പണ്ട് കുസൃതിയാണ്, നമ്മൾ കുരുത്തക്കേടാണെന്നൊക്കെ പറഞ്ഞ് വിടും. അവൻ പഠിക്കാത്തവനാണ്, അവൻ മടിയനാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിടും. പക്ഷെ അവനെ കൊണ്ട് പറ്റാത്തതാണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അവൻ ഇത് ആക്ടിങ് അല്ല, ഇതാണ് കറക്റ്റ് അവന്റെ പ്രശ്നം. അപ്പൊ അവന്റെ പ്രശ്നം മനസ്സിലാക്കിയാലേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം അതിന്റെ പ്രശ്നം, പിന്നെ സൊല്യൂഷൻ. അപ്പോ ലേണിംഗ് ഡിസബിലിറ്റി പല തരത്തിലുണ്ട്, അറിയാം. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്പ്രേക്സിയ ഒക്കെ ഓരോ പോർഷൻസ് ആണ്, അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റ്സ് ആണ്. ബേസിക്കലി ലേണിംഗ് ഡിസബിലിറ്റി അതിൽ വരുന്നതാണ് ഡിസ്ലെക്സിയ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണില്ല. ചിലപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അവന്റെ എന്താ പറയുക സ്ട്രക്ചറൽ ഇഷ്യൂസും കൂടി ഉണ്ടാവും. അപ്പൊ ഓഡിറ്ററി പ്രോസസ്സിങ്, വിഷ്വൽ പ്രോസസ്സിങ്, അവന് വായിക്കുന്നത് മനസ്സിലാവുണ്ടാവില്ല, അവന് ഈ കാണുന്നത് ഗ്രാസ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ഏറ്റവും വെക്കേണ്ട ഒരു ആപ്തവാക്യമാണ് ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്
അവർ ലേസി ഓർ ഡംബ് അല്ല, അവര് ആ പഠന വൈകല്യത്തിൽ മാത്രം ബുദ്ധിമുട്ടുന്നവരാണ്. ബാക്കി എല്ലാത്തിലും ഏറ്റവും നല്ല ഇതാണ്. അവന് 10 കൊല്ലം മുമ്പത്തെ വല്ല സിനിമയുടെ കാര്യം ചോദിച്ചാലും അവൻ പറയും, അല്ലെങ്കിൽ അവൻ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചാലും അവൻ പറയും. അപ്പൊ ഈ ഒരു പോർഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയല്ല മോസ്റ്റ്. പിന്നെ അവൻ പഠിക്കുന്നില്ല, ഏറ്റവും ബുദ്ധിമുട്ട് എഴുതുക എന്നുള്ളത്. ഓക്കെ, ഇവര് നമ്മൾ ഗ്രഹിക്കണ പോലെ ആയിരിക്കില്ല ഗ്രഹിക്കുക എന്നുള്ളത് മാത്രം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആണ്. നമുക്ക് ഇത് പഠന വൈകല്യം കണ്ടിട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട, ഏറ്റവും ഈസിയാണ്. വായന, പിന്നെ എഴുത്, മാത്സ്, അത് ഒരു നമ്മൾ റീസണിങ്, ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെതായ തരത്തിലായിരിക്കും ചിലപ്പോൾ അവൻ റീസൺ ചെയ്യാം. നമ്മൾ പക്ഷെ കോമൺ ആയിട്ട് റീസണിങ് അല്ല അവൻ്റെ വരും. അവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇതിനോട് ഒരു ബന്ധമില്ലാത്തതായിരിക്കും. ഓക്കെ, കോസസും ഹെറിഡിറ്ററി ജനറ്റിക്സ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണെന്ന് മാത്രം. നമ്മൾ അതിന്റെ കാരണങ്ങളാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ആൽക്കഹോളിക്സ്, അതൊരു കോസാണ്. നമ്മൾ പറയണ പോലെയല്ല. ലോ ബർത്ത് ഒരു വൺ ഓഫ് ദ കോസ് ആണ്, ലോ ബർത്ത് വെയിറ്റ് വൺ ഓഫ് ദ കോസ് ആണ്, ഓക്സിജൻ ഡിപ്രൈസേഷൻ, കോഡ്സും ഇതൊക്കെ വരുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് പറയുകയാണെങ്കിൽ ആൽക്കഹോളിസം വെൻ ദ പാരൻസ് മദർ ഇസ് പ്രഗ്നന്റ്, അതൊരു വലിയൊരു കോസ് ആയിട്ട് വരും. ഹെഡ് ഇഞ്ചുറീസും മാൽന്യൂട്രീഷൻസും ഇതൊക്കെ ഇത് വരികയാണ്. ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കേൾക്കുന്നത് നമ്മള് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്നത് വേറെ ഉള്ളതായിരിക്കും. അപ്പൊ അവൻ എലിഫന്റ് എന്നായിരിക്കും പറയാ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടി വല്ല ബീഹാറിയുടെ മോനാണോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വെച്ചാൽ അവരുടെ ബംഗാളി, ബീഹാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വി ഇല്ല, ബി ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കാര്യങ്ങൾ, ലാംഗ്വേജ് എവിടെ നിന്നാണ്, റീജിയണൽ ആണ്, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കളറ്, ഷേപ്പ് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. നമ്മൾ പറയണത് ലേണിംഗ് ഡിഫിക്കൽട്ടി ഇൻ കൺട്രോളിങ് ക്രയോൺസ്, നമ്മൾ വായിക്കാനോ പെൻസിൽ എഴുതാനോ അവർക്ക് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾ, 6 വയസ്സ് 10 വയസ്സുള്ള കുട്ടികൾക്ക് എഴുതാന്ന് പറയുന്നത് വലിയ പാടാണ്. അത് ചിലപ്പോൾ പെൻ പിടിക്കുന്നതിൽ പോലും ബുദ്ധിമുട്ട് വരും. ആ പാറ്റേണിൽ പെൻ പിടിക്കണത് പോലും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ അവനെ കൊണ്ടൊന്ന് വല്ലതും മുറിപ്പിച്ച് കഴിഞ്ഞാൽ അതും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവന്റെ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല, ബട്ടൺ സിപ്പ് ഇടലുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാന്ന് മാത്രം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ അന്ന് അവൻ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ആയിട്ട് ഭയങ്കര ക്രേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവന് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്താ പഠിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാത്തിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 10 തൊട്ട് 13 വയസ്സ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മാത്സ് സ്കില്ല് ഏതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയാറ്. പക്ഷെ അവന് എസ്സേകൾ വായിക്കാൻ പറ്റില്ല, അവന് എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അവനൊരു പാരഗ്രാഫ് 2 ലൈനിലോ 3 ലൈനിലോ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ചെറിയ ഇതുപോലും വായിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരിക്കും. 90% കുട്ടികൾക്കും ഹാൻഡ് റൈറ്റിംഗ് മോശം. പക്ഷെ ചിലവർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അവർ കോപ്പിയൊക്കെ അടിക്കും. പക്ഷെ നമ്മൾ കാണാപ്പാഠം എഴുതിയിട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് റീസൺ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നീ നിന്റെ ഭാഷയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടില്ല. ഓർഗനൈസേഷൻ ബെഡ്റൂമിൽ നമ്മളുടെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന്റെ ബുക്ക് വലിച്ചെറിയില്ല, അവന്റെ നടുക്കി വെക്കാന്നൊക്കെ പറഞ്ഞാൽ അവനൊരു വലിയ പാടാണ്.
ക്ലാസ് റൂമിൽ തന്നെ പല കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുക, അവന് മനസ്സിലായില്ലെങ്കിൽ അവനത് വലിച്ചെറിയുക, ടീച്ചർമാരെ ഡിസ്റ്റർബ് ചെയ്യുക, ഇതൊക്കെ അവന് നടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവന് തന്നെ ഒരു കോംപ്ലക്സ് വന്നു തുടങ്ങും. എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അവനൊരു അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ അവനൊരു ഇത് കിട്ടണം. അപ്പോ അതാണ് നമ്മൾ നോക്കണം. മൈൽ സ്റ്റോൺസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതും വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മൈൽ സ്റ്റോൺ മുതലാണ് നമ്മളുടെ കേസ് ടേക്കിംഗ് തുടങ്ങുന്നത്. ഈവൻ എന്താ പറയാ, പാരൻസിന്റെ ഡ്രഗ് ഹിസ്റ്ററി നമ്മുടെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, അപ്പൊ കൺസീവ് ചെയ്ത ഡേറ്റ് മുതൽ അവരുടെ പാരൻസ് മുതൽ അപ്പൊ എവിടം വരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മളുടെ കേസ് ടേക്കിംഗ് പോകണം എന്നുള്ളതാണ്. അതായത് ഹസ്ബൻഡിന്റെ പാരൻസിന് എന്തെങ്കിലും അസുഖങ്ങളോ, വൈഫിന്റെ അല്ലെങ്കിൽ അമ്മയുടെ പാരൻസിന് എന്തെങ്കിലും അസുഖങ്ങളോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പെർട്ടിക്കുലർ ബിഹേവിയറൽ പാറ്റേൺസ് അത് മദറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫാദറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ, അതിന് അവർ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, ആൽക്കഹോളിസം ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. ആ. പിന്നെ ഇതിന്റെ പ്രീവിയസ് സ്ലൈഡ് എനിക്ക് തോന്നുന്നു ആ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആ ഒരു സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കും. ഇതാണോ മാഡം? ഇതായിരിക്കും അവരുദ്ദേശിച്ചത്. ഒരു കമന്റ് വന്നതാണ്. അത് പ്രീവിയസ് സ്ലൈഡ് ഇതാണോ അവരുദ്ദേശിച്ചത്? ആണോ ഡോക്ടറെ? താങ്ക് യു. അത് തന്നെ. ഓക്കെ, അതെല്ലാം നമുക്കറിയാവുന്ന ഡെവലപ്മെന്റ് കമന്ന് കിടക്കണം, ആ ഏജ് വൈസ് ഉള്ളത്. ഇതൊക്കെ ബേസിക് നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊരു പ്രശ്നമാക്കുന്നു മാത്രം. പക്ഷെ അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നമ്മൾ കൽക്കേരിയ കുട്ടിയൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. കൽക്കേരിയ അല്ല ഇതിന്റെ വലിയ പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. കണ്ട, ഡെവലപ്മെന്റ് ലാഗ് എപ്പോഴും കൺസിഡർ, അതുകൊണ്ടാണ് തന്നെ നമുക്ക് കൺഫേം ചെയ്യേണ്ട. അത് ഉണ്ടെങ്കിൽ എടുക്കുക എന്ന് മാത്രം, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരരുത്. അത് ഉണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. ഓക്കെ. സ്റ്റേജ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അതായത് ഓരോ സ്റ്റേജസിലും നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്ന അമ്മ എന്ന് വിളി മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡിങ്ങിനുള്ള ആ സമയം മുതൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻ, ചിലപ്പോൾ ഫീഡിങ്ങിന് നമ്മൾ ബ്രസ്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ അവൻ കാണിക്കുന്ന പ്രശ്നങ്ങൾ, അവന് കോർഡിനേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, അത് മുതലൊക്കെ നമ്മൾ ചോദിക്കണം. ഓക്കെ. ഫങ്ഷൻ ഇമ്പയർമെന്റ് നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക്, അമ്മ ഒന്ന് വിളിക്കുക മോനെ എന്ന് പറയുമ്പോൾ അതൊരു ഇൻപുട്ടാണ്. അതായത് ഒരു വാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ വാക്ക് ഇട്ട് കൊടുത്ത് ആ കുട്ടി അത് മനസ്സിലാക്കി അതിനെ സ്റ്റോർ ചെയ്ത് ആൻഡ് പുറത്തേക്ക് വിടണം. ഈ ഒരു സ്റ്റേജ് ആണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് പല തരത്തിലായിരിക്കാം. നമ്മളുടെ വെർബൽ ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം, എല്ലാ സെൻസസ് ആണ് ഇത് വർക്ക് ചെയ്യണത്. ചിലപ്പോൾ ചെവി കൂടെ ആവും, ചിലപ്പോൾ മൂക്ക്, സ്മെല്ല്, ചിലപ്പോ എന്താ പറയുക ടേസ്റ്റ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് ഏതാ മധുരമാണോ നീ കഴിച്ചോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനത് ബോധയുടെ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റും കൂടി നമ്മൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. അവന് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ. ഓക്കെ. നമ്മൾ ചെവി കൂടെ ഉള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. നമുക്കൊരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ കുട്ടീനെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവന്റെ സെൻസറി ഇത്. ഫിസിക്കൽ എക്സാമിനേഷൻ മസ്റ്റ് ആണെന്ന് പറയണത്. അത് കെടുത്തി അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഇയർ ഇതുപോലും നമ്മൾ ചെക്ക് ചെയ്യണം. വിഷ്വല്, ഇയർ, അതുപോലെ ത്രോട്ട്, എന്തേലും ടങ് ടൈ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ചിലപ്പോൾ അവന് മനസ്സിലാവേണ്ട, പക്ഷെ അവന് സംസാരിക്കാൻ പറ്റുന്ന ടങ് ടൈ കാരണം അവനൊന്നും പറയാൻ പറ്റാതായിരിക്കും. അപ്പൊ ടങ് ടൈ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കറക്റ്റ് ആവും. നമ്മള് അത്ര വേണ്ടി വരുള്ളൂ. അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ.
പിന്നെ മെമ്മറിയിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെമ്മറിയിൽ വരുന്ന കാര്യം ഇതാണ്. നമ്മൾ ആദ്യം ഇട്ടുകൊടുക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, പുറത്തേക്ക് വിടും. 4 കാര്യങ്ങൾ. അപ്പൊ 4 കാര്യം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോറേജ്, അതായത് നമ്മൾ കൊടുക്കുന്നത് എത്രത്തോളം അവൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അവരുടെ ബ്രെയിനിൽ എത്രത്തോളം കയറുന്നുണ്ട്, എത്ര മെമ്മറി ഉണ്ട്. അതായത് പഠനത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രം സ്റ്റോറേജ് ഡെഫിസിറ്റ് വരുമ്പോഴാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അവൻ ചിലപ്പോൾ സിനിമ കഥ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത്, എടാ 2 കൊല്ലം മുമ്പ് നമ്മൾ അന്ന് സിനിമയ്ക്ക് പോയില്ലേ, അത് ഏത് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ആക്ടറും സിനിമയുടെ കഥയും എല്ലാം പറഞ്ഞുതരും. ഓക്കെ, ഔട്ട്പുട്ട്. ഓക്കെ, ലാംഗ്വേജ് ഔട്ട്പുട്ട് വരാം, കാൽക്കുലേഷൻ ഔട്ട്പുട്ട്സ് വരാം, വിഷ്വൽ ഔട്ട്പുട്ട്സ് വരാം, വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോർഡിനേഷൻ ഔട്ട്പുട്ട്സ് എല്ലാം പ്രശ്നങ്ങളിൽ വരാം. ആൻസറിങ് ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ? കാരണം അവന് രജിസ്റ്റർ ചെയ്യണത് വേറെ വല്ലതും ആയിരിക്കും. അവനെ പറയുന്ന സ്വരം, അതായത് ചിലപ്പോൾ കുഞ്ഞിപ്പുണ്ടാവും ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പറയുമ്പോൾ പാരന്റ്സ് അത് കേട്ടിട്ട് ചിരിച്ച് അതൊന്നും കൂടി ഇത് അപ്പൊ അവന്റെ മനസ്സിലിരിക്കണ എന്താ, ഞാൻ പറയണതാണ് കറക്റ്റ്, അത് തന്നെയാണ് പാരന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തത് മാത്രം പുറത്തു വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സംസാരിക്കും. ഓക്കെ, ഡിഫിക്കൽട്ടീസ് ഇൻ മോട്ടോർ എബിലിറ്റീസ് കൻ കോസ് അതൊക്കെ നമുക്ക് ഇഞ്ചുറീസും കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതിപ്പോ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫങ്ഷണൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മോട്ടോർ ഡിഫിക്കൽട്ടീസ് വേണ്ട. റീഡിങ് ഡിസോർഡർ റൈറ്റിംഗ്, അതൊക്കെ തിയററ്റിക്കലി കുറെ കാര്യങ്ങളാണ്. ഈ റീഡിങ് ഡിസബിലിറ്റി വരുമ്പോഴാണ്, അത് വായിക്കാൻ പറ്റാതെ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകും. അത് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ വാക്ക് എന്താണെന്ന് അവന് മനസ്സിലാക്കി കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ആ വേർഡ് എന്താണെന്ന് ബ്രെയിനിൽ ചെന്ന് അത് ആനയാണോ പാമ്പാണോ പുലിയാണോ എന്ന് അവൻ ആദ്യം മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞത് ആനയാണ്, അത് കാണിച്ചത് ആനയാണെന്ന് അവന്റെ സെൻസറി എന്താ പറയാ ഓർബിറ്റ് കൂടെ പോയി അത് അവിടെ റെക്കഗ്നൈസ് ചെയ്ത് അത് ആനയാണെന്ന് പറയുന്ന പോലെയുള്ള ഇത് വേർഡ് ഡീകോഡിങ്, റീഡിങ് റേറ്റ്. അതായത് അവൻ പതുക്കെ വായിക്കുവോ അത് സ്പീഡിൽ വായിക്കുമോ എന്നുള്ളതാണ്. ഓറൽ റീഡിങ് വിത്ത് എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഇതുണ്ടാകും. വേർഡ് ബ്ലൈൻഡ് അതൊക്കെ തിയറിറ്റിക്കലാണ്. ഡിസോർഡർ റൈറ്റിംഗ് എക്സ്പ്രഷൻസ്. ഓക്കെ, സ്പെല്ലിംഗ് ഓർ ഹാൻഡ് റൈറ്റിംഗ് വിത്തൗട്ട് അതർ ഡിഫിക്കൽട്ടീസ്, അതായത് സ്പെല്ലിംഗിൽ മാത്രം വ്യത്യാസം വരുന്നു, ഹാൻഡ് റൈറ്റിംഗിൽ മാത്രം വ്യത്യാസം വരുന്നു. ഓക്കെ, ഡിസ്ഗ്രാഫിയ ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ റിട്ടൺ എക്സ്പ്രഷൻ. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അവന്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജന്മം ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അവനെ എഴുതി നമ്മളടുത്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ബാക്കിലോട്ടാവും. കാരണം വെച്ചാൽ നമ്മളുടെ സിസ്റ്റം ഓഫ് എക്സാം എന്ന് പറയുന്നത് പറഞ്ഞ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് എഴുതിയിട്ട് ഫലിപ്പിച്ച് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ മൊത്തം തെറ്റായിരിക്കും. അപ്പൊ അവന് മാർക്ക് കിട്ടില്ല. അന്ന് അവന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നോൺ വെർബൽ ഡിസബിലിറ്റീസ്. സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓർഗനൈസേഷൻ സ്കില്ല് വരുമ്പോൾ കുട്ടികളെ അവനെ മാറ്റി നിർത്തും. അവനൊരു കാര്യം ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് അതൊന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്നും എടുത്ത് അവിടെ കൊണ്ട് വെക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെക്കാൻ പറ്റാതെ ആവുമ്പോൾ അവന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവനെ അവോയ്ഡ് ചെയ്യും. ഏർലി സ്പീച്ച് ഉണ്ടാവും, നല്ല വെക്കാബുലറി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഈ ഓർഗനൈസേഷൻ എല്ലാവർക്കും ചില കാര്യങ്ങളിൽ മാത്രമേ ബുദ്ധിമുട്ടുകളാവും. ചിലർക്ക് എല്ലാം കൂടി ഉണ്ടാവും, ചിലർക്ക് ഓരോ കാര്യങ്ങൾ. ഓക്കെ, മെമ്മറി, സോഷ്യൽ സ്കിൽസ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്നതാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്കാൽക്കുലി അറിയാം, ഡിസ്ഗ്രേഫിയ അറിയാം, ഡിസ്പ്ലേക്സിയ, ഡിഫിക്കൽട്ട് മോട്ടോർ സ്കിൽസ്. മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക, കറക്റ്റ് ആക്കുക, ഭക്ഷണം വായിലോ കൊണ്ടുപോവുക, അത് എഴുതുക, പെൻ പിടിപ്പിക്കുക അല്ലെങ്കിൽ പെൻസിൽ പിടിക്കുക, കളറിങ് പിടിപ്പിക്കുക,
ഓക്കെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും അതിൽ കാണുന്നില്ല. അതിന്റെ കൂടെ ADHD ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷനും അവന് റെസ്റ്റ്ലെസ്നെസ് ഒക്കെ വരുമ്പോൾ ലേണിംഗ് നമുക്ക് പറ്റാതെ വരുന്നു. അത് വേറെ അസുഖങ്ങളുടെ കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. ADHDയുടെ കൂടെ അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന്റെ കൂടെ ഇത് വരുമ്പോഴാണ് ADHD പ്ലസ് LD എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഞാൻ അതിലോട്ട് കാര്യമായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്മളുടെ മെഡിസിൻസിലോട്ട് ഓട്ടിസവും നമ്മൾ പോകണ്ട. ഇനി നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോകട്ടെ. നമ്മൾ എന്തൊക്കെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇത്രയും നമ്മൾ കേസ് എടുത്തു. ഓക്കെ, കേസ് എടുത്താൽ മാത്രം പോരല്ലോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ ലേണിംഗ് ഡിസബിലിറ്റി ട്രീറ്റ് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാത്ത ഡോക്ടേഴ്സ് ഇത് തൊടാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ നമ്മളൊരു കുട്ടിയുടെ, അല്ലെങ്കിൽ ഒരു കുട്ടി മാത്രമല്ല, ഒരു കുടുംബം, ഒരു എൻ്റയർ ഫാമിലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അപ്പൊ അവരടുത്ത് ചിലപ്പോൾ നമുക്ക് നല്ല സമാധാനത്തിൽ സംസാരിച്ചേ പറ്റും. നമ്മളുടെ ടെൻഷൻസ്, നമ്മളുടെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, നമ്മളുടെ ആൻസൈറ്റി, നമ്മൾ ചിലപ്പോൾ ഒരൊറ്റ മെഡിസിനിൽ ചിലപ്പോൾ പനിയൊക്കെ മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ ക്യാൻസർ വരെ മാറ്റം ഉണ്ടാവും ഒറ്റ ഡോസിൽ, അല്ലെങ്കിൽ ഒരു ഡോസിൽ, അല്ലെങ്കിൽ ഒരു മെഡിസിൻസിൽ. പക്ഷെ ഇവിടെ ആ മെഡിസിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മളെ ഫാമിലിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മൾ ആ കേസുകൾക്ക് എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരുടെ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ കേസ് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മെഡിസിൻ കൊടുത്ത് കഴിഞ്ഞിട്ട് അവരടുത്ത് ഡെയിലി വിളിക്കാം. എല്ലാ പേഷ്യൻസിന്റെ അടുത്തും ഡെയിലി എനിക്ക് വാട്സാപ്പിൽ അവർ എഴുതുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഞാൻ എന്താ ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി സ്ലോ ആണ് പഠനത്തിൽ അവനെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഒരു ചോദ്യം 3 പ്രാവശ്യം അവനെ കൊണ്ട് എഴുതിക്കുക. അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ കറക്റ്റ് തെറ്റും, അതൊക്കെ തെറ്റുണ്ടാവും. അപ്പൊ നമ്മൾ ക്ഷമ കാണിച്ച് അത് ഇങ്ങനെയല്ല മോനെ, അങ്ങനെയാണ്, അവനൊരു ബൂസ്റ്റ് ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 70% കേസുകളും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ബാക്കിയുള്ളത് നമ്മളുടെ മെഡിസിൻസിനെ വെല്ലാനുള്ള ഒരു സാധനം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. ലേണിംഗ് ഡിസബിലിറ്റി നമുക്കല്ലാതെ വേറെ ഒരു സിസ്റ്റത്തിനും ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസും ഇല്ല, ട്രീറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഒരു ചുരുങ്ങിയത് ഒരു 10,000 കേസിന്റെ മുകളിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് പോലും എനിക്കൊരു കുട്ടി വന്ന്, ഞാൻ ചെറിയ പ്രായത്തിൽ ട്രീറ്റ് ചെയ്ത കുട്ടി ഇന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അവരുടെ ഫോട്ടോ പോലും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, അയാൻ ഗെറ്റ് മൈ മൊബൈൽ. ഓക്കെ, ഇന്ന് ആ കുട്ടി സെബേഷ്യസ് സിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ആ കുട്ടി വന്നപ്പോ വലിയൊരു സന്തോഷം. ആ കുട്ടി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. കാണുന്നുണ്ടോ? കാണത്തില്ല ഡോക്ടർ. ഓക്കെ, ഒരു വൈറ്റ് സ്പോട്ട് ഇന്ന് ഇടാൻ പറ്റില്ല, കാരണം വെച്ചാല് അല്ലെങ്കിൽ ഇത് സ്ലൈഡിൽ ഇട്ടേനെ. ഓക്കെ, ആ കുട്ടി ഇന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ എല്ലാ സബ്ജക്ട്സിലും പാസ്സായിട്ട് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയ്ക്കും ചെറുപ്പത്തിൽ നമ്മളെ കണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും ആ കുട്ടി നമ്മൾ അന്വേഷിച്ചു, എന്ത് പ്രശ്നം വന്നപ്പോഴും നമ്മൾ അന്വേഷിച്ചു വരുന്നു എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇത്. അപ്പൊ നമ്മൾ ഓരോ കേസുകൾ എടുക്കുമ്പോൾ റെപ്പർട്ടറീസിൽ കെന്റ് റെപ്പർട്ടറി ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ കിട്ടുക. അപ്പൊ കെന്റ് റെപ്പർട്ടറി ഞാൻ അങ്ങനെ തന്നെ ഓരോ കാര്യം നമ്മൾ കണ്ടില്ലേ, അവന് കുട്ടിക്ക് ദേഷ്യം വരും,
അപ്പൊ അത് എപ്പോഴാണെന്ന് ചോദിക്കുക. കോൺട്രഡിക്ഷൻ, അവനെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവന്റെ അടുത്ത് അവൻ പറയണതിന് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മെഡിസിൻസ് ആണ് ഓറം ട്രിഫിലിനം, ഇഗ്നേഷ്യ, ലൈക്കോ, സെഫിയ. ഓക്കെ, അത് നമ്മൾ ചോദിക്കാറുണ്ട്, സാധനം നമ്മളുടെ കൈ കിട്ടിയാൽ വലിച്ചെറിയോ, അല്ലെങ്കിൽ അവൻ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കും? അപ്പൊ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ മെഡിസിൻ വരിക നമ്മൾ ചിന്തിക്കുന്നത് കാമോമിൽ ആയിരിക്കും. പക്ഷെ സ്റ്റെഫിസാഗ്രിയ is one of the best medicine. പിന്നെ 90% ഓഫ് ദ കേസിലും ADHDയുടെ ഇതും കൂടി ടച്ചും കൂടി ഉണ്ടെങ്കിൽ മിക്കവാറും കേസുകളിലും നമുക്ക് ടാരന്റുലയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലായിട്ട് വരുന്നത്. ഓക്കെ, അവൻ ടാൻട്രംസ് കാണിക്കും, അതിന്റെ കൂടെ വയലന്റും ആവും, ട്രെംപ്ലിങ് വിത്ത്, അവനിങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിറയ്ക്കും. ഓറം, നൈട്രിക് ആസിഡ്, നമ്മൾ നൈട്രിക് ആസിഡ് ഒന്നും ഇങ്ങനത്തെ കേസിൽ ചിന്തിക്കാറ് പോലുമില്ല. നമ്മള് അവന് വലിയ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ പല്ലൊക്കെ കടിച്ചിട്ട് ശരിക്ക് കുട്ടികൾ എപ്പോഴും കിട്ടും നമുക്ക് കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ദേഷ്യം പ്രകടിപ്പിക്കണം. അപ്പൊ ദേഷ്യമാണ്. ഇതിപ്പോ നമുക്ക് അല്ലാതെയും നമുക്ക് എടുക്കാം, ഈ സിംറ്റംസ് മാത്രമായിട്ട് എടുക്കാം. ലേണിംഗ് ഡിസബിലിറ്റിയുടെ കൂടെ അല്ല, അല്ലാതെയും ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന റൂബ്രിക്സുകളാണ്. പക്ഷെ ഈ റൂബ്രിക്കുകൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത്. വയലന്റ്, ഇന്ന് പോലും ഒരു കുട്ടിക്ക് ഞാൻ മരുന്ന് അയച്ചു കൊടുത്തു, അക്കോണൈറ്റ്, അനാക്കാഡിയത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിക്കണ കാര്യം പറയുമ്പോൾ മാത്രം അവന്റെ ഒരു ഡിഫറെന്റ് മൈൻഡ് വരും. അല്ലെങ്കിൽ അവനെ പോലെ ഇത്രയും നല്ല കുട്ടികളുണ്ടാവും. ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ കാണിക്കും. ഓക്കെ, അനാക്കാഡിയം. ഓറം ഇതുപോലെ തന്നെ വയലന്റ് ആണ്. ഹെപ്പാസൾഫ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. ഹെപ്പാസൾഫിന്റെ കുട്ടികൾ എന്നൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, അവൻ എന്തെങ്കിലും നമ്മൾ ഇടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ട് അവൻ വയലന്റ് ആവും, ദേഷ്യം വരും. ഓക്കെ, ടാരന്റുല, സ്റ്റെഫിസാഗ്രിയക്ക് എപ്പോഴും മിക്കവാറും നമ്മൾ ചോദിക്കേണ്ടതിൽ അവന് വയലൻസി വരുന്നത് അവന്റെ ഫാമിലി ഹിസ്റ്ററി ചോദിക്കുക, അവന്റെ പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കുക, അവന്റെ ചൈൽഡ്ഹുഡ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ട്രോമാസും കാര്യങ്ങളൊക്കെ കാണും. അവിടെയാണ് സ്റ്റെഫിസാഗ്രിയ നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഇതായിട്ട്. മൈൻഡ്, ബ്രേക്ക് തിങ്സ് ഡിസയർ ടു. ലേണിംഗ് ഡിസബിലിറ്റി, ADHD ഒക്കെ ഉള്ള കുട്ടിക്ക് എല്ലാം കിട്ടുമ്പോൾ അത് അഴിച്ചു പറിച്ച് അത് പൊളിച്ച് അവന് കളയേണ്ട ഒരു തോന്നൽ വരും. കുറെ മെഡിസിൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ഞാൻ ഈ ഇതിൽ എഴുതിയിട്ടുള്ളത്, എപ്പിസ്, സ്ട്രമോണിയം, ട്യൂബക്കുലിൻ. നമുക്ക് കറക്റ്റ് കിട്ടും. പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ കുട്ടിയോട് ചോദിച്ചാൽ സാറേ അവൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവനത് അഴിച്ച് പണ്ട് അവൻ പൊളിച്ച് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2000-3000 രൂപ സാധനമൊക്കെ ആയിരിക്കും, അവനത് പൊളിച്ച് കൈ തരും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് എന്താ പറയാ, മിക്കവാറും പറയും സാറേ ബ്രോഡ്വേയിൽ വന്നിട്ട് ഇതേ സാധനത്തിന്റെ 2000-ന്റെ വല്ല 10-50 രൂപയ്ക്ക് കിട്ടും, 100 രൂപയുടെ സാധനം കിട്ടും ബ്രോഡ്വേയിൽ. അപ്പൊ അങ്ങനെയാണ് അവന് വലിച്ച് കീറാനുള്ള ബെലഡോണയുടെ വയലൻസ് എല്ലാവർക്കും നമുക്കറിയാലോ. അപ്പൊ അതിന്റെ ഇത് വരുന്നുണ്ട്. ഓക്കെ, മൈൻഡ് വയലന്റ്, ഓറം, സിക്കുട്ട നല്ലൊരു മെഡിസിൻ ആണ് വയലൻസി വന്നാൽ. ഹയോസേമസ് ലേണിംഗ് ഡിസബിലിറ്റിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ലേണിംഗ് ഡിസബിലിറ്റിക്കും ADHDക്കും ഓട്ടിസത്തിനും ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്ന മെഡിസിൻസിൽ ഒന്നാണ് ഹയോസേമസ്. സ്ട്രമോണിയം നിങ്ങൾക്ക് പിന്നെ അറിയാം, എല്ലാവർക്കും അറിയണം അതിന്റെ വയലൻസ് എന്താണെന്നും സെൻസിറ്റിവിറ്റി എന്താണെന്നും. ലൈറ്റ് സെൻസിറ്റിവിറ്റി മുതൽ മൈൻഡിലെ ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി വരും. മൈൻഡ് ആൻസർ ചെയ്യണത്, അതാണ് ഏറ്റവും ഇത്. നമുക്ക് സമയമുണ്ടല്ലോ, ഒരു 10 മിനിറ്റും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 5 മിനിറ്റ് 10:15 ആവണല്ലോ, ഒരു 10 മിനിറ്റും കൂടി ഇപ്പൊ. 10:10 ആവാൻ ഒരു 10 മിനിറ്റിനുള്ള ഒരു 5-10 മിനിറ്റ് സമയം കൂടി. അപ്പൊ പിന്നെ മൈൻഡ് ആൻസേഴ്സ് എങ്ങനെയാ നമ്മൾ ചോദിക്കുമ്പോൾ സംസാരിക്കാൻ പോലും കുട്ടി നമ്മുടെ അടുത്ത് നിൽക്കില്ല. നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഓടാനോ അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും നോക്കാനോ, അവൻ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ തല കുമ്പിട്ടിരിക്കുക, അങ്ങനെ വരുമ്പോൾ ബറേറ്റോകാബും ഇത് വരും, അവേർഷൻ ടു, അതായത് ഗ്ലോണോയിൻ വരും. നമ്മളൊക്കെ ചിന്തിക്കുക പോലും ഇല്ല.
അവേർഷൻ 2 ബറേറ്റയിലാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. പക്ഷെ ബറേറ്റ നല്ലൊരു മെഡിസിൻ ആണ്. അതിന്റെ കൂടെ ഗ്ലോണോയിനും ഹയോസിയാമസ് ഇങ്ങനത്തെ കേസുകളിൽ വയലൻസിയും ഉണ്ട്, പക്ഷെ ഒരു ടിമിഡ്നെസ്സും ഉണ്ട്. പൾസാറ്റില ഉണ്ട്, നെക്സോമിക്ക ഉണ്ട്. നെക്സോമിക്ക ഒക്കെ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ ചിന്തിക്കും കൂടി ഇല്ല. അവേർഷൻ ഓക്കെ. അവേർഷൻ 2 സിംഗിങ്, ടോക്കിംഗ്. അവനങ്ങനെ പാട്ട് പാടുക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക ഒരു പാട്ട് പാടി അവനെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ എന്റെ മിക്കവാറും ഫോട്ടോസിൽ ചിലപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, വീഡിയോസിൽ, അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും നോക്കിയാൽ പറ്റും. മിക്കവാറും കുട്ടികളെ ഞാൻ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ പഠിപ്പിക്കും ക്ലിനിക്കിൽ എത്തിയിട്ട്, അതൊന്ന് വൈറലാക്കും. അങ്ങനെയെങ്കിലും നമ്മൾ ക്ലിനിക്കിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നാട്ടുകാർ അറിയട്ടെ. ആ കുട്ടികളും നന്നായി പാടുന്നവരുണ്ടാവും, ചിലർ പാട്ട് പാടില്ല. അതൊരു നമ്മള് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടികൾ ടിമിഡ് ആണോ, പാട്ട് പാടുമോ, നമ്മൾ മിണ്ടുന്നതിന് മുമ്പ് റെസ്പോണ്ട് ചെയ്യുമോ. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളുടേതായ അവരും അറിയരുത് നമ്മൾ എന്താ ചെയ്യുന്നത്. മോനെ ക്ലാസ്സിൽ ഏതാ ടീച്ചറെ പഠിപ്പിക്കണത്, പാട്ടൊക്കെ പാടുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ നന്നായിട്ട് പാടും. ചിലർ പറയുന്നത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അത് നോക്കുക. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ ആകെ കൂടി നമ്മൾ എന്താ ചോദിക്കുന്നതെന്ന് പോലും അറിയില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ചിലപ്പോൾ നമ്മളൊക്കെ നോക്കിയിട്ട് ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ ക്ലിനിക്കിൽ നമുക്ക് സ്ഥിരമായിട്ട്, റെപ്പർട്ടറിയിൽ മാത്രമല്ല, എവറി സിംറ്റം നമുക്ക് ക്ലിനിക്കിൽ കിട്ടും. നമ്മൾ റെപ്പർട്ടറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സിംറ്റംസും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ സംസാരിക്കാൻ ഡിഫിക്കൽട്ടി. നമ്മൾ പറയുമ്പോൾ നമ്മളടുത്ത് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അവൻ മനഃപൂർവ്വം ആവാം, ചിലപ്പോൾ മനഃപൂർവ്വം ആവില്ല. അവന്റെ നേച്ചർ അങ്ങനെയായിരിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ മിണ്ടില്ല, അല്ലെങ്കിൽ ആ പാരന്റ്സ് വന്ന് ചോദിക്കുമ്പോൾ അവൻ മിണ്ടില്ല. അവൻ പോയിട്ട് പതുക്കെ എടുത്തുകൊണ്ട് വരാൻ, അതെടാ എന്താടാ അതെവിടെ വെച്ചു എന്ന് വെച്ചാൽ അവൻ പോയി എടുത്തുകൊണ്ട് വരും, അല്ലാതെ അവൻ സംസാരിക്കില്ല. എന്നാൽ സംസാരിക്കാൻ പറ്റാതെ അല്ല, അവൻ ഒരു മടി. അപ്പൊ അതിനൊക്കെ പറ്റുന്ന നമ്മൾ കൽക്കേരിയ ഒക്കെ നല്ലൊരു മെഡിസിൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോസ്ഫറസും സൾഫ്യൂരിക് ആസിഡുമാണ്. ഓക്കെ. ഫൂളിഷ്. ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഒരു 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 നമ്മൾ എടാ നിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലെ പഠിക്കണമെന്ന് പറയും. അപ്പൊ നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ക്ലാസ് പറയും, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുടെ പേര് പറയുകയാണെങ്കിൽ ഇന്ന സ്ഥലത്താന്ന് പറയും, അവന്റെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥലം പറയും. അപ്പൊ ഒരുമാതിരി ഒരു കണക്ഷനും ഇല്ലാതെ പോലെ സംസാരിച്ചോളെ. ബറേറ്റ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പക്ഷെ ക്രോട്ടാലസ് ഹോറിഡസും നല്ലൊരു മെഡിസിൻ ആണ്. ചിന്തിക്കണം നമ്മളതൊക്കെ. ഓക്കെ. എന്റെ ഒരു കസിൻ ഉണ്ട്. കസിന്റെ മോനും ഇതേപോലെ തന്നെ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ബുള്ളറ്റ് ട്രെയിൻ പോലെ പോണ പോലെ എന്നാൽ കറക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക. ഓക്കെ. കറക്റ്റ് സംസാരമാണ്, കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ഉത്തരമാണ്. പക്ഷെ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി അത് വരില്ല, കാരണം ചില അത്രയും സ്പീഡിൽ പോകണമുണ്ട്. അവന് വേണ്ടി ഞാൻ തപ്പി തപ്പി കിട്ടിയതാണ് ലൈക്കോപോഡിയം. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ എന്ത് 12th ആണ്. പക്ഷെ ഇപ്പോഴും പഠനത്തിലൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇപ്പോഴും അവന്റെ സ്പീച്ച് കുറച്ച് സ്പീഡ് തന്നെയാണ്, ബുള്ളറ്റ് ട്രെയിൻ പോലെ പോകണതിൽ തന്നെയാണ്. പക്ഷെ അവൻ നല്ല മാർക്സ് ഒക്കെ വാങ്ങി തുടങ്ങി. ഓക്കെ. ഇമാജിനറി ക്വസ്റ്റ്യൻസ്. അവൻ എന്തൊക്കെയോ ചോദ്യം ചോദിക്കും നമ്മളെടുത്ത്. അവന് തന്നെ അറിയില്ല അവൻ എന്താ ചോദിക്കണം. അതിനൊക്കെ പറ്റിയ മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇൻകൊഹറന്റ്ലി, ഇൻകറക്റ്റ്ലി. ഓക്കെ. ഇറവലന്റ്. ഇറവലന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അവൻ എന്താ ചോദിക്കണത്, എന്തെന്നാ ചോദിക്കണം. ഫോസ്ഫറസ്, സൾഫർ, ഇത് രണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നമ്മൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് എത്രയിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം, സൾഫർ എത്രയിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ എല്ലാരും പറയും സാദച്ചേട്ട് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. പക്ഷെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്നുള്ള ഒരു മെഡിസിന്റെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഹോമിയോപ്പതി കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അത് മൈൻഡിലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും കംപ്ലൈൻസിലാണെങ്കിലും ഫോസ്ഫറസിന് ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. പിന്നെ പൊട്ടൻസി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഹയർ ദ പൊട്ടൻസി, ലെസ് ഫ്രീക്വന്റ്, മോർ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. പാത്തോളജി ഒക്കെ ഉണ്ടെങ്കിലും ചില ഡോക്ടേഴ്സിന് ഓരോ എക്സ്പീരിയൻസ് വരും.
ഓക്കെ, ടോക്ക് സ്ലോലി. മെർക്കുറി പോയിസൺ വന്നാൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെയാണ് സ്ലോ ആയിട്ട് സംസാരിക്കും. സ്ലോ പോയിസണിങ് ആണ്. ലിപ്സ്റ്റിക് ഒക്കെ തേക്കണവർ മനസ്സിലാക്കിക്കോട്ടെ, കുട്ടികളെ ഒന്നും ചെറുപ്രായത്തിൽ തന്നെ ലിപ്സ്റ്റിക് ഒന്നും പറ്റില്ല. ലിപ് ബാം ലിപ്സ്റ്റിക്സ് ഒന്നും പറ്റിക്കല്ലേ. until unless it's an organic one. Mercury, phosphoric acid, phosphorus. Refuses to talk, phosphorus, sulfur. Okay, monosyllable നമ്മൾ പറയുമ്പോൾ എന്താ ഉണ്ടെന്നാ പറഞ്ഞേ? മെർക്കുറി. മെർക്കുറി. ഓക്കെ, സ്ലോ പോയിസണിങ് ആണ്. നോക്കി ഇതിലെല്ലാം വരുന്നത് നോക്കിയേ. ഫോസ്ഫറസ്, ഫോസ്ഫറിക് ആസിഡ്, ഓക്കെ, അൺഇന്റലിജിബിൾ, ഹയോസൈമസ്, ചൈന, സൂപ്പർ റിട്ടേൺസ് എല്ലാം ഓരോ ഇതിലും മിക്കവാറും 90% കേസുകളിലും ഫോസ്ഫറസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് മാത്രമല്ല, റെപ്പർട്ടറിയിലെ കെന്റ് റെപ്പർട്ടറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഇറ്റാലിക്സിലാണ്. അപ്പോൾ എന്റെ ഫേവറേറ്റ് മെഡിസിനും കൂടി ആയതുകൊണ്ട് ഞാൻ ഫോസ്ഫറസ് കൂടുതൽ ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പൊ സ്ഥിരം മെഡിസിൻസിൽ ഒന്നായിട്ട് വരികയാണ്. മനസ്സിലായി? നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നു, അതിന് റിസൾട്ട് കിട്ടുന്നു, അപ്പൊ നമ്മൾ അടുത്ത പേഷ്യൻസിന് ഒന്ന് ട്രൈ ചെയ്യുന്നു. അപ്പോൾ 3-4 സിംറ്റംസ് 5-6 സിംറ്റംസ് ഉണ്ടാവുന്നു, നമ്മൾ മെഡിസിൻസ് ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വരുന്നത്, ഞാൻ പറഞ്ഞില്ല 1000-1500 അതിലും കൂടുതൽ ഞാൻ കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ ഒരു PPT ഉണ്ടാക്കിയതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക് യു പറയുന്നത് ഡോക്ടർ സ്നേഹ ചന്ദ്രനാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു. He's done a marvelous job compiling everything in the repertory. നമ്മുടെ ക്ലിനിക്കിൽ നിന്നുള്ള കേസ് ഒക്കെ എടുത്ത് അതിനെക്കുറിച്ച് എഴുതി ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്തു. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ട്രീറ്റിംഗ് ADHD now. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം ജൂനിയേഴ്സിന്റെ എഫേർട്സിനെ. They have done it. They have given me one of the best PPT ever. 10-20 all thanks to Dr. Sneha. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാപ്രീഷ്യസ് അറിയാലോ, ചൈൽഡിഷ് ബിഹേവിയർ, ബറേറ്റ കാർബ്, സിക്കൂട്ട ഒക്കെ നമ്മള് എപ്പിലെപ്സിക്കൊക്കെ ചിന്തിക്കുന്ന മെഡിസിൻസിലാണ്. അത് നെർവസ് സിസ്റ്റത്തിൽ ലേണിംഗ് ഡിസബിലിറ്റിക്കും സിക്കൂട്ട നമുക്ക് ചിന്തിക്കാം. സ്ലൈഡ് ഒന്ന് ലെഫ്റ്റ് മാറിയിരിക്കുകയാണ് സാറേ, കാണുന്നില്ല? കുറച്ച് ഭാഗം കാണുന്നില്ല. ലെഫ്റ്റ് കുഴപ്പമില്ല. കാണാം. ആർക്ക് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. നത്തിങ് ടു ബി വറി. ഓക്കെ. അപ്പൊ ഇനി ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 10:20 സാറേ. അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് ഉള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു സെഷൻ അറേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെ കുറച്ചൊന്ന് ഹോമിയോപ്പതി ആസ്പെക്റ്റും എന്തൊക്കെയാണ് നമ്മുടെ മുമ്പില് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ വളരെ വിശദമായി തന്നെ നമുക്ക് ക്ലാസ് എടുത്തു. ഇനി ഡോക്ടേഴ്സിന് ഒരു 10 മിനിറ്റ് ഉണ്ട്. ഹാൻഡ് റൈസ് ചെയ്താൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് പെട്ടെന്ന് നമുക്ക് സംശയങ്ങളിലേക്ക് പോവാം. ഇന്ന് നല്ല സംശയങ്ങൾ വരണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. കാരണം വെച്ചാല് ഇതൊരു വൺ ഓഫ് ദ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ട്രീറ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എനിക്കിത് നല്ലൊരു ഡിസ്കഷൻ വരണം. പ്ലീസ്, സീനിയേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവർക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. നല്ലൊരു ഡിസ്കഷൻ വരട്ടെ എന്ന് താല്പര്യപ്പെടുകയാണ്. അപ്പൊ ശ്രീധരക്കുറുപ്പ് സാർ ഒന്ന് രണ്ട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അതിനു മുമ്പായിട്ട് ഒരു കാര്യം, നാളത്തെ ഒരു അനൗൺസ്മെന്റ് കൂടെ പറയാന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളത്തെ നമ്മുടെ വിഷയം ഹോമിയോപ്പതിയും സംരംഭകത്വവും എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഡോക്ടർമാരും ഹോമിയോപ്പതി സമൂഹവും ഒക്കെ മെച്ചപ്പെടണമെങ്കിൽ പുതിയ സംരംഭങ്ങൾ ഹോമിയോപ്പതിയിൽ കൊണ്ടുവരണം.
അത് എങ്ങനെ കൊണ്ടുവരാം, ഏത് തരത്തിൽ കൊണ്ടുവരാം, പല പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്നവരുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചെല്ലാം ചർച്ചയാണ്. അതിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് നാളെ. അപ്പൊ എല്ലാവരും ഹോമിയോപ്പതിയിൽ എന്തൊക്കെ സംരംഭം തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചിന്ത ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ. എല്ലാവരും കൃത്യമായും നാളത്തെ മലയാളം സെഷനിൽ പങ്കെടുക്കണമെന്നുകൂടി താല്പര്യപ്പെടുന്നു. നമുക്ക് ശ്രീധരക്കുറുപ്പ് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. സാറേ അൺമ്യൂട്ട് ചെയ്തേ സാറേ. കേക്കാവോ? കേക്കാം. ഡോക്ടർ സാറത്തെ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും ഇന്ന് ഏറ്റവും കൂടുതൽ വേറുള്ളവർക്ക് കിട്ടാത്തതുമായ ഒരു മേഖലയാണ് ഡോക്ടർ ഇന്ന് തിരഞ്ഞെടുത്തത്. എനിക്ക് ഇന്നേ വരെ ഒരു കേസ് പോലും ADHDയോ ലേണിംഗ് ഡിസബിലിറ്റി പിന്നെ ഡിസ്കാൽക്കുല ഇതിലൊന്നും ഞാൻ ഫെയിലിയർ ആയിട്ടില്ല. ഒറ്റ കേസ് പോലും. ഡിസ്കാൽക്കുല ഞാൻ ആദ്യം കൊടുക്കുന്ന മെഡിസിൻ മെഡോറിനം മാത്രം കൊടുക്കാറുള്ളൂ. പക്ഷേ ഒറ്റ കേസ് പോലും ഫെയിലിയർ ആയിട്ടില്ല. ഇത് വേറുള്ളവരുടെ അറിവിലേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ആ കണക്ക് കൂട്ടാൻ കണക്കിന് മുന്നോട്ടുള്ള പിള്ളേർക്കൊക്കെ മെഡോറിനം കൊടുത്താൽ വണ്ടർഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ ADHD ഞാൻ കൂടുതലും കൊടുക്കുന്നത് ആർസനിക് ആൽബ്, റെസ്ട്രോക്സ്, ടരണ്ടുഡ ഇങ്ങനെ മുതലായ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് ADHD പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി പലതരത്തിലുണ്ടാകാം. പിന്നെ ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകാം. പിന്നെ ഇതൊക്കെ ഒരുമാതിരി കുറച്ച് സമയമെടുക്കും. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഒറ്റ ദിവസം കൊടുത്തിട്ടും പനി കുറയ്ക്കുന്ന മാതിരി ഒന്നും ADHDയും ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും കുറയ്ക്കാവുന്ന ആരും വിചാരിക്കരുത്. പിന്നെ അതൊക്കെ സമയമെടുക്കുന്നതാണ്. ഏതായാലും ഒരു നല്ല സബ്ജക്റ്റ് ആയിരുന്നു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്, കം അഗെയിൻ. പിന്നെ കുറച്ച് കേസുകളിലൂടെയൊക്കെ ഡോക്ടറുടെ പഴയതുപോലെ ഈ ഫോട്ടോഗ്രാഫൊക്കെ കൊണ്ടുവന്ന് കാണിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി വേറുള്ളവരും 2-3 പേരുണ്ടെന്ന് പറഞ്ഞാൽ അത് 10 മിനിറ്റ് കൊണ്ട് തീരെ. ഓക്കെ ശ്രീധരക്കുറുപ്പ് സാറേ, അടുത്ത ഒരു സെഷനിൽ സാദത്ത് ഡോക്ടർ ഈ ചികിത്സിച്ച കേസുകളും ഒക്കെ ആയിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. മറിയാമ്മ ഡോക്ടറെ. ഞാൻ സംശയം ചോദിക്കാനല്ലായിരുന്നു സാറേ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണല്ലോ സാറേ. ഇത് ഈ മെഡിസിൻ പാർട്ട് കുറച്ചും കൂടെ വിശദമാക്കി ഒന്നൊരു നല്ലൊരു ക്ലാസ് തരണമെന്ന് ഒന്ന് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്റെ ഇതില് ഇനി വരുമ്പോ ഓരോ മെഡിസിൻസിന്റെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, എന്നാലും ഒന്നും കൂടി അത് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കൊന്ന് സ്പീഡിലങ്ങ് പോകാതെ ഒന്ന് പറഞ്ഞു തരണം സാർ. താങ്ക് യു സാർ. ഇന്ന് രാവിലെ കിട്ടിയ ക്ലാസ്. ഓക്കെ, അപ്പോ സാർ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സില് മെഡിസിനൽ പാർട്ടിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാസ് പ്രതീക്ഷിക്കും. ഓക്കെ, അടുത്ത ഡോക്ടർ സുനിൽ ഡോക്ടറെ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്തേ. ശരി, ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഇതില് കേസ് എടുക്കുന്ന സമയത്ത് സാറ് ഈ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതോ പാരന്റ്സിന്റെ ഇപ്പോ എസ്പെഷ്യലി ജസ്റ്റേഷണൽ ആ സമയത്തുള്ള ഹിസ്റ്ററി ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം ഇപ്പൊ ഇതിലെല്ലാം കൊടുക്കണം. ഇതിൽ നമുക്ക് ഒരു പാർട്ടായിട്ട് വിടാൻ പറ്റില്ല. പേഷ്യന്റ് പറയണത് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ മയാസ്മെറ്റിക് ആസ്പെക്ടിന് മെഡിസിൻ കൊടുക്കണം. നേരത്തെ നമ്മുടെ ശ്രീധരൻ സാറ് പറഞ്ഞ ഡിസ്കാൽക്കുലിക്ക് മെഡോറിനം വരുന്നതിന് ഒരു കാരണം ഹെറിഡിറ്ററി കൂടി ഉണ്ടാവും. സൈക്കോട്ടിക് ടെൻഡൻസി ആണ് ഡിസ്കാൽക്കുലിയ വരുന്നത്. അതാണ് മെഡോറിനം അവിടെ ഇത്രയും കൂടുതലായിട്ട് ആക്ട് ചെയ്യണം. ഓക്കെ സർ. പിന്നെ റിപ്പീറ്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? പൊട്ടൻസി ആൻഡ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ ഞാൻ സാധാരണ TDS ഹയർ വണ്ണം അതിന്റെ മുകളിലോട്ടാണ് ഇങ്ങനത്തെ കേസിന് കൊടുക്കാറ്. TDS ആയിട്ട് കൊടുക്കാറുണ്ട്. അത് ഡിപ്പെൻസ്.
അത്രയ്ക്കും സെൻസിറ്റീവ് ആണെങ്കിൽ മാത്രം നമ്മൾ കുറച്ചും കൂടി റിപ്പീറ്റ് ചെയ്യും. അല്ലാത്തൊക്കെ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. അല്ലാത്തത് നമ്മൾ ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻസ് കൊടുക്കും. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സുനിൽ ഡോക്ടറെ. സുനിൽ ഡോക്ടർ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ ഭയങ്കര തണുപ്പായോണ്ടാണ്. നല്ല തണുപ്പ്. ഡോക്ടർ ഞാൻ 2 ദിവസം മുമ്പ് പോയുള്ളൂ. ഓക്കെ. ഇനി ജയലളിത ഡോക്ടർ ഒരു സംശയം ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എല്ലാം മറന്നുപോകും. നമ്മളുടെ ഇത് എക്സാം ഫിയറിനുള്ള മെഡിസിൻസ് ഒക്കെ ഇല്ലേ? അർജന്റീനട്രിക്ക ഉണ്ട്, ജെൽസീമിയ ഉണ്ട്. ഒരു നെർവസ്നെസ് കൊണ്ടും അർജന്റീനട്രിക്ക മിക്കവാറും അതിൽ തന്നെ കവർ ചെയ്ത് പോരും. ഇപ്പൊ ഒരു പയ്യനുണ്ട്, ഒരു ജെയിംസ് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോ MBBS ഫൈനൽ ഇയർ ആയി. കോഴഞ്ചേരി കോളേജിൽ പഠിക്കുക. ഓക്കെ. ജയലളിത ഡോക്ടർ മുഖം കാണിച്ചില്ല, എന്നാലും ഇന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ. ഇന്നത്തെ ഈ നല്ല ഒരു ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ജയലളിത ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. രംഗത്ത് വരുന്നില്ല, എന്നാലും നന്ദി പറയാൻ വേണ്ടി ജയലളിത ഡോക്ടറെ തന്നെ ക്ഷണിക്കുന്നു. ജയലളിത ഡോക്ടറെ പോയോ? ജയലളിത ഡോക്ടർ ഉണ്ടോ? പോയോ? ജയലളിത ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഷഫീഖ് ഡോക്ടർ ക്ഷണിക്കുകയാണ്. സാദത്ത് ഡോക്ടർക്ക് നന്ദി പറയാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പം നല്ല എക്സാം ഫിയറിന് അനാകാർഡിയം ജെൽസീമിയും ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിനാണ്. ഡോക്ടർ അത് പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. വന്നിരുന്നു. ജെൽസീമിയോ നല്ല എഫക്റ്റീവ് ആണ്. എന്താണെങ്കിലും നല്ലൊരു ഈ പറഞ്ഞതുപോലെ ഹോമിയോപ്പതിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. വേറൊരു സിസ്റ്റത്തിനും ഇങ്ങനെയുള്ള കംപ്ലൈൻസിനൊന്നും മെഡിസിൻ ഇല്ല. അത് വാസ്തവമാണ്. അവര് വെറുതെ എന്താ പറയാൻ മെഡിസിൻ ഈ വൈറ്റമിൻ തെറാപ്പി തന്നെയാണ് അവർ ഇതിനൊക്കെ നടത്തുന്നത്. അല്ല വേറെ എഫക്റ്റീവ് മെഡിസിൻ ഒന്നും അവർക്കില്ല. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഹോമിയോപ്പതിക്ക് സ്കോപ്പുള്ള സബ്ജക്റ്റുകൾ തന്നെ കൂടുതൽ ഡോക്ടർ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവരിക. എന്താണെങ്കിലും ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് UPCന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഷഫീഖ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സാറിന്റെ മെഡിസിനൽ പാർട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു ക്ലാസ് അധികം താമസിയാതെ പ്രതീക്ഷിച്ചുകൊണ്ട് സാറിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 2 ദിവസം മുമ്പെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലോണം. അല്ല, സാറിന് എന്നത്തേക്ക് പറ്റുമെന്ന് ധനേഷ് ഡോക്ടറെ പറഞ്ഞാൽ മതി. ഡോക്ടർ രാവിലെ വിളിച്ചിട്ട് അത് തന്നെ. അതുകൊണ്ട് ഒരു സാർ ഒരു ഡേറ്റ് ധനേഷ് അല്ല ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് 15-ാം തീയതി ശനിയാഴ്ച ഇംഗ്ലീഷില്. അന്ന് ഫുൾ ഡീറ്റെയിൽസ് കേട്ടാ അതില്. ഇത് തന്നെ സെയിം ടോപ്പിക് ആണോ? സെയിം ടോപ്പിക് തന്നെ. ഓക്കെ. അപ്പൊ എല്ലാരും ഇംഗ്ലീഷ് 15-ാം തീയതി ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മലയാളത്തിലും തീർച്ചയായിട്ടും വേണം. മലയാളത്തിലും വേണം. ഒരു PPT റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം പറ്റില്ല. അപ്പൊ അത് 2 സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. വളരെ സന്തോഷം സാറേ. അപ്പൊ എല്ലാവർക്കും അപ്പൊ നാളത്തെ ക്ലാസ് ആരും മറക്കരുത്. ഹോമിയോപ്പതിയും സംരംഭകത്വവും എന്നുള്ളതാണ് നാളത്തെ ക്ലാസിന്റെ വിഷയം. എല്ലാവരും ഇതുപോലെ തന്നെ. ഡിസ്കഷൻ ആണോ അതോ ആരെങ്കിലും? ഡിസ്കഷൻ അല്ല, നമുക്ക് എപ്പോഴും ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു സാറുണ്ട്. സാറിന്റെ ക്ലാസ് ആണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിൽ, പുതിയ സംരംഭങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചെല്ലാം ഒരു ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യും.